നമസ്കാരമുണ്ട്, അശ്വതിയാണ്. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ജേർണലിംഗ് ആണ്. കേട്ടിട്ടുണ്ടാവും. ജേർണലിംഗ് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ എഴുതുക എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ എഴുതുന്നത് എങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ അത് ഇമോഷണലി നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾക്ക് ഏറ്റവും വിഷമം വരുന്ന സമയത്ത് നമുക്കെപ്പോഴും ആഗ്രഹിക്കുക ഒരു കൂട്ടാണ്. നമ്മൾ പറയുന്നത് കേൾക്കുക, അത് മനസ്സിലാക്കുക, ജഡ്ജ് ചെയ്യാതെ നമ്മൾ പറയുന്നതൊന്ന് കേട്ടിരുന്നെങ്കിൽ, അങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ. നമ്മളെല്ലാവർക്കും ആഗ്രഹമുണ്ട്. പലപ്പോഴും നമുക്കതങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ കിട്ടണമെന്ന് ഇല്ല അങ്ങനെ ഒരാളെ. അപ്പോഴൊക്കെയും ഈ ഒരു എഴുത്ത് കൂടെ വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വിഷമങ്ങൾ വരുന്ന സമയത്ത് ഇത് ഉള്ളിൽ കൊണ്ട് കിടക്കുമ്പോൾ ഒരു വിങ്ങലാണല്ലോ, അത് അങ്ങ് എഴുതി തീർക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നും ഹൈഡ് ചെയ്ത് എഴുതണ്ട. നമ്മൾ വേറൊരാളത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ജേർണൽ ചെയ്യുമ്പം എഴുതുന്ന സമയത്ത് എന്തും എഴുതാം, മനസ്സിൽ വരുന്ന പോലെ എഴുതാം. വേറൊരാൾ വായിക്കാൻ വേണ്ടിയല്ല എഴുതുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എഴുതുമ്പം ലെറ്റ് ഗോ ചെയ്യുക, കംപ്ലീറ്റ്ലി മനസ്സിൽ വരുന്നത് അങ്ങനെ അങ്ങ് എഴുതുക. പിന്നെ ഒരിക്കൽ ഒരാൾ വായിക്കുന്നു വേണ്ടിയിട്ടുണ്ടെങ്കിൽ കളയാലോ. പിന്നെ ഇതിനുള്ളൊരു ഗുണം, നമ്മൾക്ക് എഴുതുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ എക്സ്പ്രഷൻസോ കാര്യങ്ങളോ അവർ ജഡ്ജ് ചെയ്യുമോ, നമ്മൾ പറയുന്ന പോലെ മനസ്സിലാക്കുമോ, ഇനി ഒരിക്കൽ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനത്തെയൊക്കെ തോട്ട്സ് നമുക്ക് വരാം. ഇതൊന്നും ഇവിടെ ബാധകമല്ല. ജേർണലിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾക്ക് വേണ്ടി ഒരു പുസ്തകം കരുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസോ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതിയൊക്കെ വെച്ചാൽ അവിടെ ഇരിക്കില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൺ എ പേപ്പർ. ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞാലും മതി. പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ്. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സ് ക്ലീൻ ആവും. ചിലപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ആ ഇമോഷൻസിലൂടെ കടന്നു പോവാം, കരച്ചിൽ വരാം, ദേഷ്യം വരാം. അതെല്ലാം അതിലൂടെ അങ്ങ് ലെറ്റ് ഗോ ചെയ്ത് നോക്കണം. അത് സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജേർണലിംഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. കുഞ്ഞായിരുന്ന സമയത്ത് ഇമോഷൻസ് വരുമ്പോൾ ഞാൻ ദൈവത്തിന് കത്തെഴുതുമായിരുന്നു. എന്തിനാണെന്നൊന്നും ചോദിക്കരുത്, ഞാൻ എഴുതുമായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു വാക്കോ ഈ ഒരു മെത്തേഡോ അതൊന്നും ഐഡിയ ഇല്ല. പക്ഷെ അതങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ട് അന്ന് എഴുതി ഒരു സ്റ്റാക്ക് പേപ്പർ തന്നെ ഉണ്ടായിരുന്നു. കൂടെ കുറേ ഡയറികളും ഉണ്ടായിരുന്നു. ഇന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ വളരെ അധികം എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എഴുതി കഴിയുമ്പം തലയിൽ നിന്ന് അത് ഇറക്കി വെച്ചിട്ട് നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മളുടെ ഒരു പ്രവൃത്തികളും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജേർണലിംഗ് വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് മൈൻഡിൽ ക്ലാരിറ്റി ഇല്ലാതെ, ഇപ്പം ഇമോഷൻസ് വരുന്നത് പോലെ തന്നെ ക്ലാരിറ്റി ഇല്ലാതെ, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോഴും എഴുതി നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ എഴുതി വെച്ച് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തലയ്ക്കകത്ത് പലയിടത്തായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നതെല്ലാം നമുക്ക് വൃത്തിയായിട്ട് അടുക്കി പറക്കി വയ്ക്കാനും അത് നോക്കി ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കെയും ഈ രീതിയിൽ എഴുതുന്നതും ഒക്കെയും വളരെ അധികം ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ട്രബിൾ ഉണ്ട്, ഇഫ് ദർ ഇസ് നോ വൺ ടു ഹിയർ യു, കേൾക്കാൻ പറ്റുന്ന ഒരാൾ പടുത്തില്ല ഒപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ പേനയെടുത്ത് അങ്ങ് എഴുതുക, മനസ്സറിഞ്ഞ് എഴുതുക. മനസ്സിലുള്ളത് മുഴുവൻ എഴുതി തീർക്കും. മഴ പെയ്ത് തോർന്ന പോലെ ഫ്രഷായിട്ട് ക്ലീനായിട്ട് വരും കേട്ടോ. സോ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ജേർണലിംഗ്. താങ്ക് യു. നമസ്തേ.